the last class we discussed about the Ross law. Are you remember? Now we are going to learn ideal solution and non-ideal solution. Ideal solution and non-ideal solution. Ready? Okay. Ross law. എന്താണ് Ross law എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the partial vapor pressure of any volatile component is directly proportional to its mole fraction. ഓർമ്മയില്ലാത്തവരാണെങ്കിൽ ഒന്നുകൂടി കണ്ടിട്ട് ഒന്നുകൂടി അതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്തിട്ട് തിരിച്ചു വരിക. അപ്പോൾ റോസ് ലോ ഇങ്ങനെയാണ്, ഒരു വോളാറ്റൈൽ കോമ്പണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. ബേസ്ഡ് ഓൺ റോസ് ലോ, liquid solutions are classified into two. Which are they? Ideal solution and non-ideal solution. റോസ് ലോന്റെ ബേസിലാണ് സൊല്യൂഷൻസിനെ ഐഡിയൽ സൊല്യൂഷൻ എന്നും നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നും രണ്ടെണ്ണായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ആദ്യം ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഐഡിയൽ സൊല്യൂഷൻ എന്നാവാം. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു റോസ് ലോന്റെ ബേസിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the solution which obey Ross law over the entire range of concentration is called ideal solution. എന്താണ്? The solution which obey Ross law over the entire range of concentration. Ross law നെ അനുസരിക്കുന്ന സൊല്യൂഷൻസിനെ എന്തെന്ന് പറയും? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയും. സിമ്പിൾ ആണ്. Ross law obey ചെയ്യുന്ന സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ. A solution which obey Ross law over the entire range of concentration. ഏത് കോൺസെൻട്രേഷൻ ആവട്ടെ റോസ് ലോ ഒബേ ഉണ്ടോ ആ സൊല്യൂഷൻസിന് നമുക്ക് എന്ത് പറയാം? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്താന്ന് പഠിച്ചു. ഈ ഐഡിയൽ സൊല്യൂഷൻസിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. സാധാരണ നമ്മൾ സൊല്യൂട്ടും സോൾവെന്റും കൂടി മിക്സ് ചെയ്തിട്ട് സൊല്യൂഷൻ ഉണ്ടാവും. അത് എല്ലാവരും ഐഡിയൽ സൊല്യൂഷൻ ആവുന്നില്ല. അതായത് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് വളരെ റയർ ആയിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാലും കുറച്ച് സൊല്യൂഷൻസ് എന്താണ്? ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. അപ്പോ ഐഡിയൽ സൊല്യൂഷനെ പറ്റി പഠിക്കുമ്പോൾ ചില ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കണം. ഞാൻ ഐഡിയൽ സൊല്യൂഷൻ എന്നിട്ട് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, കാണില്ലേ? അപ്പൊ എന്താണ് ഒന്നാമത്തെ എഴുതിയത്? എന്താ? ഡെൽറ്റ മിക്സ് H is equal to 0. ഐഡിയൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഡെൽറ്റ മിക്സ് H is equal to 0. ഡെൽറ്റ മിക്സ് V is equal to 0. Then P1 is equal to P10 into Chi1. P2 is equal to P20 into Chi2. പിന്നെ എഴുതിയിട്ടുണ്ട് AA, BB is equal to AB എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഇതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു ഐഡിയൽ സൊല്യൂഷൻ റോസ് ലോ ഒബേ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഈ ഐഡിയൽ സൊല്യൂഷൻ? ഒരു സൊല്യൂട്ടും സോൾവെന്റും സൊല്യൂട്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അത് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിൽ എൻതാൽപ്പി ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ആ മിക്സ് ചെയ്യുമ്പോൾ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് എന്താണ്? എൻതാൽപ്പി ചേഞ്ച്. ഡെൽറ്റ എച്ച് മിക്സ് ചെയ്യുമ്പോൾ എന്താണ്? അതിന്റെ എൻതാൽപ്പി ചേഞ്ച് 0 ആയിരിക്കും. ഇനി അതേമാതിരി ഡെൽറ്റ മിക്സ് വോളിയം എന്തായിരിക്കും? 0 ആയിരിക്കും. അതിന് വോളിയത്തിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. ഏത് സൊല്യൂഷനിലെ? ഐഡിയൽ സൊല്യൂഷനിലെ. ഓക്കെ. ദെൻ ഞാൻ പറഞ്ഞു റോസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് എന്തെന്ന് പറഞ്ഞത്? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ റോസ് ലോന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. P1 is equal to P10 into Chi1 or P2 is equal to P20 into Chi2. ഒബേ ചെയ്യാണ്. that is equal to. ഇതും ഐഡിയൽ സൊല്യൂഷൻ ഈക്വൽ ആണ്. ബിക്കോസ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റോസ് ലോ ഒബേ ചെയ്യുന്നതാണ്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഡെൽറ്റ മിക്സ് H is equal to 0, ഡെൽറ്റ മിക്സ് V is equal to 0, P1 is equal to P10 into Chi1, P2 is equal to P20 into Chi2. ഇത് നമ്മുടെ റോൾസ് ലോ ആണ്. ഓക്കെ. ഇനി ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സോൾവെന്റിന് നമ്മൾ ക്യാപിറ്റൽ A എന്നുള്ള ലെറ്റർ കൊണ്ടും സൊല്യൂട്ടിന് നമ്മൾ ക്യാപിറ്റൽ B എന്നുള്ള ലെറ്റർ കൊണ്ടും ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഒരു സോൾവെന്റ് മാത്രമാണെങ്കിൽ അതിൽ ഏത് ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻസ് ആണ് ഉണ്ടാവുക? എ ഇന്ററാക്ഷൻസ്. അതായത് സോൾവെന്റ് മാത്രമാണ് എയും ഇന്ററാക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഒരു സൊല്യൂട്ട് മാത്രമാണെങ്കിലോ BB ഇന്ററാക്ഷൻ ആണ് ഉണ്ടാവുക.
ഇനി ഒരു സോൾവെന്റും സൊല്യൂട്ടും കൂടി ആഡ് ചെയ്ത ഏത് ഇന്ററാക്ഷൻസ് ആയിരിക്കും? എ ബി ഇന്ററാക്ഷൻസ് ആയിരിക്കും അല്ലെ? എ എന്നുള്ള സോൾവെന്റും ബി എന്നുള്ള സൊല്യൂട്ടും കൂടി ആഡ് ചെയ്ത എന്താണ്? എ ബി ഇന്ററാക്ഷൻ, സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻസ് ആയിരിക്കും. ഇനി അതാണ് പറയുന്നത് എ ഇന്ററാക്ഷൻ ഓർ ബി ബി ഇന്ററാക്ഷൻ ഈസ് ഈക്വൽ ടു എ ബി ഇന്ററാക്ഷൻ. സച്ച് സൊല്യൂഷൻസ് ആർ ഐഡിയൽ സൊല്യൂഷൻ. എന്താണ്? എ സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷനും സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷനും നിയർലി ഈക്വൽ ടു സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ ആണെങ്കിൽ ആ സൊല്യൂഷൻ എന്താണ്? ഐഡിയൽ സൊല്യൂഷൻ ആണ്. If the intermolecular attractive force between AA or BB is nearly equal to AB interaction leads to the formation of ideal solution. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു റയർ ആണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന്. ചില സൊല്യൂഷൻസ് മാത്രമേ ഐഡിയൽ സൊല്യൂഷൻ ആയിട്ടുള്ളൂ. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കണം. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഹെക്സൈൻ ആൻഡ് ഹെപ്റ്റൈൻ. സൊല്യൂഷൻ ഓഫ് ഹെക്സൈൻ ആൻഡ് ഹെപ്റ്റൈൻ. ഹെക്സൈന്റെയും ഹെപ്റ്റൈന്റെയും സൊല്യൂഷന്. ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 6 കാർബണുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട്. ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാൽ 7 കാർബണുള്ള. ഇവർ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അതൊരു ഐഡിയൽ സൊല്യൂഷൻ ആണ് കിട്ടുക. അതായത് അതിന്റെ ഡെൽറ്റ മിക്സ് H is equal to 0 ആയിരിക്കും, ഡെൽറ്റ മിക്സ് B is equal to 0 ആയിരിക്കും, B1 is equal to B10 into Chi1 ആയിരിക്കും, B2 is equal to B20 into Chi2 ആയിരിക്കും. AB interaction is nearly equal to AB interactions ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ ഓർത്തുക. ഹെക്സൈൻ ആൻഡ് ഹെപ്റ്റൈൻ. വേറൊരു എക്സാമ്പിൾ ആണ് ബ്രോമോഇഥൈൻ ആൻഡ് ക്ലോറോഇഥൈൻ. C2H5Br ആൻഡ് C2H5Cl. ഇവർ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എന്ത് സൊല്യൂഷനാണ് കിട്ടുക? ഐഡിയൽ സൊല്യൂഷനാണ് കിട്ടുക. ബെൻസിൻ ആൻഡ് ടോളുവിൻ ഇവർ മിക്സ് ചെയ്താലും ഐഡിയൽ സൊല്യൂഷൻ ആണ് കിട്ടുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞത്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണം. സൊല്യൂഷൻ വിച്ച് ഡസ് നോട്ട് ഒബേ സൊല്യൂഷൻ വിച്ച് ഒബേ റോസ് ലോ ഇസ് കോൾഡ് ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, ഇനി റോസ് ലോ ഒരു ഗ്രാഫ് കൂടി, അതായത് ഐഡിയൽ സൊല്യൂഷന്റെ ഒരു ഗ്രാഫ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്നുള്ള ടോപ്പിക് നിർത്താം. ഒരു ഗ്രാഫ് കാണുന്നുണ്ടാവും. ഏതാ ഗ്രാഫ്? ഈ ഗ്രാഫ് കണ്ട പരിചയമുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടാവില്ലല്ലേ? നമ്മൾ റോസ് ലോയിൽ പഠിച്ച അതേ ഗ്രാഫാണ്, സെയിം ഗ്രാഫാണ് അല്ലേ? നമ്മൾ രണ്ട് വരയ്ക്കുന്ന രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ആ ഗ്രാഫ് തന്നെയാണ് ഈ കാണുന്നത്. അപ്പൊ എന്താ ആ ഗ്രാഫിന് ഐഡിയൽ സൊല്യൂഷൻ കൊടുക്കാൻ കാരണം? ബിക്കോസ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റോസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ആണ്. അപ്പൊ റോസ് ലോയുടെ ഗ്രാഫിന്റെ മതി, സെയിം ഗ്രാഫാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ കഴിഞ്ഞു. ഞാൻ അടുത്ത ടോപ്പിക്ക് പോവാൻ നോക്കാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ പഠിച്ച ഒരാൾക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. എന്താ? ഓരോരുത്തർ പറഞ്ഞേ എന്താണെന്നുള്ളത്. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്തായിരിക്കും? നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് a solution which does not obey Rolle's law over the entire range of concentration is called a non-ideal solution. എന്താണ്? റോസ് ലോ അനുസരിക്കൂല. റോസ് ലോ അനുസരിക്കാത്ത സൊല്യൂഷൻസിന് എന്താന്ന് പറയാ? നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ ഇനി ഓരോ ഫീച്ചേഴ്സ് മാറ്റാൻ പറ്റുമല്ലോ. എങ്ങനെയാണ്? ഡെൽറ്റ മീൻസ് H is equal to 0 ആയിരുന്നു ഐഡിയൽ സൊല്യൂഷൻ. ഇവിടെ നോട്ട് ഈക്വൽ ടു 0. നോൺ ഐഡിയൽ സൊല്യൂഷന്റെ നോട്ട് ഈക്വൽ ടു 0. Delta mix B is not equal to 0. P1 is not equal to P10 into Chi1. P2 not equal to P20 into Chi2. AA BB interaction not equal to AB interaction. മനസ്സിലായോ? എന്താണ്? ഒക്കെ നോട്ട് ഈക്വൽ ടു ആണ്. ബിക്കോസ് റോസ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പൊ അതൊന്നും ഈക്വൽ അല്ല. ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞ മാതിരി ഒക്കെ ഈക്വൽ എന്ന് പറഞ്ഞത് ഒക്കെ റോസ് ലോ ഒബേ ചെയ്യുന്നതായിരുന്നു. ഇവിടെ എന്താണ്? റോസ് ലോ ഒബേ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് പോകണം. ഒന്നുകൂടി ചെറുതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകണം. എന്താണ്? ഇവിടെ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഒന്നുകിൽ 0 അല്ല, 0നോട് ഈക്വൽ അല്ല. പിന്നെന്താ പോസിബിലിറ്റി ഉള്ളത്? 0നേക്കാളും മുകളിലാവാം, 0നേക്കാളും താഴെയാവാം. അതായത് നോൺ ഐഡിയൽ സൊല്യൂഷൻ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു 2. which are they? പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് റോസ് ലോയിൽ നിന്ന് ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക, റോസ് ലോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുക. അതായത് റോസ് ലോ ഒബേ ചെയ്യുന്നില്ല, റോസ് ലോയേക്കാളും കുറച്ച് മുകളിലായിരിക്കാം, അല്ലെങ്കിൽ റോസ് ലോയേക്കാളും താഴെ ആയിരിക്കാം. ഇങ്ങനെ രണ്ടെണ്ണം പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക.
നോൺ ഐഡിയൽ സൊല്യൂഷൻ അഗെയിൻ ഡിവൈഡഡ് ഇൻടു ടു ഏതൊക്കെയാണ്? പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ നമുക്ക് ആദ്യം നോക്കാം. പോസിറ്റീവ് ഡീവിയേഷൻ എന്തായിരിക്കും? 0-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും അല്ലെ? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 0ന്റെ മുകളിലുള്ളവരെ പോസിറ്റീവ് എന്ന് പറയും. അപ്പൊ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എഴുതാം? ഡെൽറ്റ മീൻസ് h ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ മീൻസ് v ഗ്രേറ്റർ ദാൻ 0, p1 greater than p1 0 into chi1, p2 greater than p2 0 into chi2. പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ഒക്കെ പോസിറ്റീവ് ആയിട്ട് കാണിക്കും. ഇന്ററാക്ഷൻ പറയുകയാണെങ്കിലോ എ ബി ഇന്ററാക്ഷൻ വീക്കർ ആയിരിക്കും എ ഇന്ററാക്ഷനേക്കാളും ബി ബി ഇന്ററാക്ഷനേക്കാളും. അതായത് സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ വീക്ക് ആയിരിക്കും. സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ വീക്ക് ആവുമ്പോൾ എന്തായിരിക്കും? എന്താ ഉണ്ടാവുക? സോൾവെന്റ് മോളിക്യൂൾസിന് പെട്ടെന്ന് തന്നെ വേപ്പർ ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതായത് വേപ്പർ പ്രഷർ കൂടും. അതുകൊണ്ടാണ് പോസിറ്റീവ് ഡീവിയേഷൻ. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയാം. എന്താണ്? എ ബി ഇന്ററാക്ഷൻ, സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. വളരെ കുറവ് ഇന്ററാക്ഷൻ ആയിരിക്കും. അപ്പൊ അവിടെയുള്ള സോൾവെന്റ് എന്താ? എ ബിനോട് ഇങ്ങനെ ഇന്ററാക്ഷൻ കൂടുമ്പോ എന്താണ്? അവിടുന്ന് എക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എസ്കേപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ ഇന്ററാക്ഷൻ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? എ ബി ഇന്ററാക്ഷൻ വീക്ക് ആവുമ്പോൾ ഈ സോൾവെന്റിന്, അതായത് എക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേപ്പർ ആയി പോകാൻ പറ്റും. അപ്പൊ റോൾസ് ലോ എന്ന് പ്രതീക്ഷിച്ചതിനേക്കാളും വേപ്പർ പ്രഷർ എന്താവും? കൂടും. അതുകൊണ്ടാണ് എന്തെന്ന് പറഞ്ഞത്? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്? എ ബി ഇന്ററാക്ഷൻ ഈസ് ലെസ് ദാൻ എ ഇന്ററാക്ഷൻ ഓർ ബി ബി ഇന്ററാക്ഷൻ. പോസിറ്റീവ് ഡീവിയേഷൻസ് പോയിന്റ്സ് എന്തൊക്കെയാണ്? ഡെൽറ്റ മീൻസ് h is equal to, അതായത് എൻതാൽപ്പി ചേഞ്ച് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, വോളിയം ചേഞ്ച് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇവരൊക്കെ എന്താണ്? ഗ്രേറ്റർ ദാൻ ആയിരിക്കും. എ ബി ഇന്ററാക്ഷൻ എന്താണ്? വീക്ക് ആയിരിക്കും. അതായത് എ ഇന്ററാക്ഷൻ ഓർ ബി ബി ഇന്ററാക്ഷൻ ഗ്രേറ്റർ ദാൻ എ ബി ഇന്ററാക്ഷൻ അങ്ങനെ പറയാം. മനസ്സിലായില്ലേ? ഇനി ഞാൻ ഒരു എക്സാമ്പിൾസിന് കൂടെ നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതലായിട്ട് പറഞ്ഞുതരാം. എങ്ങനെയൊക്കെയാണ് നോക്കാം. എത്തനോൾ ആൻഡ് അസെറ്റോൺ. ഞാൻ എഴുതിയത് എത്തനോൾ ആണ്. എത്തനോൾ C2H5OH എത്തനോൾ. വേറൊരു C2H5 എത്തനോൾ. അതായത് എ ആണ്, സോൾവെന്റ് ആണ്. ഓക്കെ, സോൾവെന്റ് ആണ്. ഇവർ ഈ സോൾവെന്റ് തമ്മിൽ ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് ഞാൻ ഡോട്ട് ഇട്ട് കാണിക്കുന്നത്. ഇത് ഏത് ബോണ്ടാണ്? ഏത് ബോണ്ടാണ്? ഹൈഡ്രജൻ ബോണ്ടാണ് അല്ലെ? ഹൈഡ്രജൻ ബോണ്ട് എന്താണ്? ഒരു ഹൈഡ്രജനും ഒരു ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം തമ്മിലുള്ള ബോണ്ടാണ്, സ്ട്രോങ് ബോണ്ടാണ് എന്തെന്ന് പറഞ്ഞത്? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞത്. ആ ബോണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇവർ തമ്മിൽ എന്തുണ്ട്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവര് ഈ സോൾവെന്റുകൾ തമ്മിൽ എന്തുണ്ട്? ഒരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇതാണ് ഇപ്പൊ എത്തനോൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാനൊരു അസെറ്റോൺ ആഡ് ചെയ്യാണ്. സൊല്യൂട്ട് ആയിട്ട് അസെറ്റോണിനെ ആഡ് ചെയ്യാണ്. അസെറ്റോണിന്റെ ഫോർമുല എന്താണ്? CH3 എന്തായിരുന്നു? COCH3 അസെറ്റോൺ. ഓക്കെ, ഈ അസെറ്റോൺ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് ഈ ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്പേസിൽ ഇങ്ങനെ വന്നു നിൽക്കും. ഹൈഡ്രജൻ ബോണ്ടിനെ അത് പൊട്ടിക്കും, ബ്രേക്ക് ചെയ്യും. ഹൈഡ്രജൻ ബോണ്ടിനെ പൊട്ടിക്കുമ്പോഴെന്താണ്? ബോണ്ട് ബ്രേക്ക് ചെയ്യിക്കാൻ എനർജി വേണോ വേണ്ടേ? വേണം. എനർജി വേണം. ബോണ്ട് ബ്രേക്ക് ചെയ്യിക്കുകയാണ്. അതായത് എനർജിനെ അബ്സോർബ് ചെയ്യാണ്. എനർജിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അത് ഏത് റിയാക്ഷൻ? എൻഡോതെർമിക് ആണോ എക്സോതെർമിക് ആണോ? എൻഡോതെർമിക് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? അസെറ്റോൺ ഈ ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യിച്ചിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. സോൾവെന്റിൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിനൊക്കെ പൊട്ടിച്ചു നിന്നു. ഹൈഡ്രജൻ ബോണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എനർജി വേണം. അതായത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ, എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ H പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. ഡെൽറ്റ H പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ മിക്സ് H ഗ്രേറ്റർ ദാൻ 0 അല്ലേ ആവേണ്ടത്? ആ ഒരു കാരണം മനസ്സിലായോ? ഡെൽറ്റ മിക്സ് H ഗ്രേറ്റർ ദാൻ 0 എഴുതിയതിന്റെ കാരണം എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അതായത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ഡെൽറ്റ H എന്ന് പറഞ്ഞത് പോസിറ്റീവ് ആണ്, എൻഡോതെർമിക് ആണ്. കാരണം ഇവിടെ ഈ ഹൈഡ്രജൻ ബോണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യിക്കണം. ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യിക്കണമെങ്കിൽ എനർജി ആവശ്യമാണ്. എനർജി അബ്സോർബ് ചെയ്യുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എൻഡോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ H പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ മിക്സ് H ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ,
അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ എ ഇന്ററാക്ഷൻ ആണ് സ്ട്രോങ് ആയിരുന്നത് അല്ലേ, കാരണം ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് എ ഇന്ററാക്ഷൻ ഉള്ളത്. അതിലേക്ക് ഈ അസറ്റോൺ ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചത്, അസറ്റോൺ ആഡ് ചെയ്തപ്പോൾ ആ ഇന്ററാക്ഷൻ അത്ര തന്നെ സ്ട്രോങ് അല്ല, അതായത് എ ബി ഇന്ററാക്ഷൻ വീക്ക് ആണ്. അതുകൊണ്ട് ഈ എക്ക് പെട്ടെന്ന് തന്നെ വേപ്പർ ആയിട്ട് വേപ്പർ പ്രഷർ കൂടും, റോസ്ലോയുടെ പ്രതീക്ഷിച്ചതിനേക്കാളും വേപ്പർ പ്രഷർ കൂടും. ഇനി അപ്പോ ഡെൽറ്റ മിക്സ് എച്ച് ഗ്രേറ്റർ ദാൻ 0 എൻഡോതെർമിക് ഒക്കെ ആവണതിന്റെ കാരണം മനസ്സിലായി. ഇനി ഡെൽറ്റ മിക്സ് വി ഗ്രേറ്റർ ദാൻ 0 എന്നൊരു പോയിന്റ് പറഞ്ഞിരുന്നു ഇല്ലേ. അപ്പൊ അതെന്താണ്, അതായത് ഇയാൾ ഇവിടെ ഇങ്ങനെ വന്ന് നിന്നപ്പോഴ് എന്ത് സംഭവിച്ചു, ഇയാൾ ഇവിടെ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഒരാൾ കൂടി വന്ന്, അപ്പൊ അവരുടെ വോളിയം എന്ത് ചെയ്തു, ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടിയില്ലേ, ഇവരൊരാൾ കൂടി വന്നപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്തു. വോളിയം ഇൻക്രീസ് ചെയ്തപ്പോൾ ഡെൽറ്റ മിക്സ് വി പോസിറ്റീവ് ആയി, അതായത് ഡെൽറ്റ മിക്സ് വി ഗ്രേറ്റർ ദാൻ 0 ആയി. ക്ലിയർ ആയല്ലോ? എക്സ്പ്ലനേഷൻ വളരെ എളുപ്പമാണ്. എന്താണ് കാരണം എന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ എത്തനോൾ ആൻഡ് അസറ്റോൺ എന്താണ്, ഇൻ എത്തനോൾ ദ മോളിക്യൂൾസ് ആർ ഹൈഡ്രജൻ ബോണ്ടഡ് ആണല്ലോ. ഇൻ എത്തനോൾ മോളിക്യൂൾസ് ആർ ഹൈഡ്രജൻ ബോണ്ടഡ്. By adding acetone, the hydrogen bond break. പിന്നെ എന്താ സംഭവിക്കുക, then the ethanol acetone mixture show higher vapor pressure, that is positive deviation. Clear ആയല്ലോ? അപ്പോൾ പോസിറ്റീവ് ഡിവിയേഷനെ എത്തനോളും അസറ്റോണും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നോക്കിയേ, ഈ ഗ്രാഫ് ഒന്ന് നോക്കി എന്താ ഗ്രാഫിലുള്ളത് എന്താ. നിങ്ങൾക്ക് നമ്മുടെ ഐഡിയ സൊല്യൂഷന്റെ ഗ്രാഫ് പറഞ്ഞ റോസ്ലോന്റെ അതേ ഗ്രാഫിനായിരുന്നു ഐഡിയ സൊല്യൂഷൻ ഉണ്ടായിരുന്നത്. ഇനി ഇതിൽ നോക്കി എന്താണ് ഈ ഗ്രാഫിൽ എന്താ ഉള്ളത് എന്നാ വ്യക്തമായിട്ട് നോക്കി ഒരു ഡോട്ട് ഇങ്ങനെ വരച്ചിട്ട് എങ്ങനെയാണ് വരച്ചിട്ടുള്ളത്, നമ്മളിങ്ങനെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫില് ഒരു ലൈൻ ഇങ്ങനെ നമ്മുടെ റോസ്ലോന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് അല്ലേ. ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് I1 = 0 അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ്. റോസ്ലോ വരച്ചു. അത് ഡോട്ട് ലൈൻ ഇട്ടിട്ടുള്ള ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ട്, ഒരു ഗ്രീൻ ഡോട്ട്സ് കണ്ടില്ലേ, അതാണ് റോസ്ലോന്റെ ഗ്രാഫ്. പിന്നെ അതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ എന്താ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടാവുക, ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒരു കർവ് പോയിണ്ടാവും. അതേമാതിരി ഇതിന്റെ മുകളിൽ കൂടി ഒരു കർവ് പോയിണ്ടാവും, ഇതിന്റെ മുകളിൽ കൂടി ഒരു കർവ് പോയിണ്ടാവും. എന്താ അങ്ങനെ പറഞ്ഞാല് ഇവിടെ ഏത് ഡിവിയേഷനാ പറഞ്ഞത്, പോസിറ്റീവ് ഡിവിയേഷൻ ആണ്. വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡോട്ട് 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 ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇതല്ല ഗ്രാഫ്, പോസിറ്റീവ് ഡിവിയേഷന്റെ ഗ്രാഫ് എന്താണ്, ഇതിന്റെ മുകളിൽ കൂടിയുള്ള ഈ കർവാണ്. ഇതും എന്താണ് ഇങ്ങനെ ഡോട്ട്, ഇതാണ് വേണ്ടിയിരുന്നത് റോസ്ലോന്റേത്. പിന്നെ ഇതെന്തായി, ഓക്കെ മനസ്സിലായോ? അതായത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. പോസിറ്റീവ് ഡിവിഷൻ എപ്പോഴും എക്സാമിന് ചോദിക്കണം കേട്ടോ. എന്താണ്, ആ ഗ്രാഫിന്റെ മുകളിൽ കൂടി ഒരു കർവ് കൊടുക്കുക, വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനെ ഡിനോട്ട് ചെയ്യാണ്. എളുപ്പല്ലേ? ഇനി 2-3 എക്സാമ്പിൾസ് കൂടി നോക്കണം. ഏതായിരുന്നു നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾ, എത്തനോൾ ആൻഡ് അസറ്റോൺ ആയിരുന്നു. അടുത്തത് അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്, അസറ്റോൺ ആൻഡ് CS2 കാർബൺ ഡൈസൾഫൈഡ്. പിന്നെ അടുത്തത് അസറ്റോൺ ആൻഡ് ബെൻസീൻ, അസറ്റോൺ ആൻഡ് ബെൻസീൻ. പിന്നെ കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ബെൻസീൻ. വേറൊന്ന് വാട്ടർ ആൻഡ് ആൽക്കഹോൾ. ഇത്രയും എക്സാമ്പിൾസ് ഒന്ന് ഓർത്തു വെക്കുക. എക്സാമ്പിൾ വെച്ചിട്ട് എക്സാമ്പിൾ ചോദിച്ചിട്ട് ഏത് ഡിവിയേഷനെ ചെയ്യും, എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് ഈ ഹൈഡ്രജൻ ബോണ്ട് ഒക്കെ വെച്ചിട്ടുള്ള ഏത് എക്സാമ്പിൾ പറഞ്ഞാലും ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടുള്ള റീസൺ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. പോസിറ്റീവ് ഡിവിയേഷൻ ഗ്രാഫ് പഠിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഓർത്ത് നോക്കിയാൽ, ഡെൽറ്റ മിക്സ് എച്ച് ഗ്രേറ്റർ ദാൻ 0 ഒക്കെ ഗ്രേറ്റർ ദാൻ ഇട്ട് കൊടുക്കുക. ഡെൽറ്റ മിക്സ് വി ഗ്രേറ്റർ ദാൻ 0, P1 ഗ്രേറ്റർ ദാൻ P10 into Chi1, P2 greater than P20 into Chi2. AA interaction or BB interaction greater than AB interaction. ഗ്രാഫ് നോക്കുക, ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് നോക്കുക, എക്സാമ്പിൾസ് നോക്കുക. എളുപ്പമല്ലേ? ഇനി അടുത്ത ആള് നെഗറ്റീവ് ഡിവിയേഷൻ. പോസിറ്റീവ് ഡിവിയേഷൻ പഠിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് ഡിവിയേഷൻ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കി പറയാൻ പറ്റും ഇല്ലേ. അതായത് റോസ്ലോയിലെ പോസിറ്റീവ് ഡിവിയേഷനിൽ റോസ്ലോ ഉദ്ദേശിച്ചതിനേക്കാളും വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ, നെഗറ്റീവ് ഡിവിയേഷനിൽ റോസ്ലോ ഉദ്ദേശിച്ചതിനേക്കാളും വേപ്പർ പ്രഷർ എന്തായിരിക്കും, കുറവായിരിക്കും. നെഗറ്റീവ് ഡിവിയേഷനാണ്.
റോസ്ലോനേക്കാളും നെഗറ്റീവായിട്ട് കുറവായിട്ടായിരിക്കും വേപ്പർ പ്രഷർ കുറവായിട്ടായിരിക്കും കാണാം. അപ്പൊ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? ഡെൽറ്റ മിക്സ് എച്ച് ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 ഏതായിരുന്നു? പോസിറ്റീവ് ഡീവിയേഷൻ ആയിരുന്നു. ഡെൽറ്റ മിക്സ് ബി ലെസ് ദാൻ 0, P1 ലെസ് ദാൻ P1 0 ഇൻറ്റു Chi1, P2 ലെസ് ദാൻ P2 0 ഇൻറ്റു Chi2. അതേമാതിരി ഇന്ററാക്ഷൻസിന്റെ കേസ് ആണ് പറയുകയാണെങ്കിലോ എ ഇന്ററാക്ഷൻ ഓർ ബി ബി ഇന്ററാക്ഷൻ ലെസ് ദാൻ എ ബി ഇന്ററാക്ഷൻ. ലെസ് ദാൻ എ ബി ഇന്ററാക്ഷൻ, എ ബി ഇന്ററാക്ഷൻ സ്ട്രോങ് ആണ്. സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ എന്താണ്? സ്ട്രോങ് ആണ്. സോൾവെന്റും സൊല്യൂട്ടും കൂടി ഇന്ററാക്ഷൻ സ്ട്രോങ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ആ സോൾവെന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വേപ്പേഴ്സ് ആയിട്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. കാരണം അവർ നല്ല എ ബി ഇന്ററാക്ഷൻ സ്ട്രോങ് ആണ്. അവിടെ സോൾവെന്റിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റോസ്ലോ പ്രതീക്ഷിച്ചതിനേക്കാളും എന്താണ് വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഏതില്? നെഗറ്റീവ് ഡീവിയേഷനിൽ. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്? ഡെൽറ്റ മിക്സ് എച്ച് ലെസ് ദാൻ 0, അതായത് ഡെൽറ്റ മിക്സ് എച്ച് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ആയിരിക്കും. 0-നേക്കാളും താഴെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ഏതാണ്? എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. അതെ, വോളിയത്തിന്റെ മിക്സ് ചെയ്യുമ്പോൾ വോളിയം ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, കുറവായിരിക്കും. 0-നേക്കാളും കുറവായിരിക്കും. ഇവരൊക്കെ കുറവായിരിക്കും. എ ബി ഇന്ററാക്ഷൻ സ്ട്രോങ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ ഇതൊരു എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ മാതിരി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഏതാ പറയാ? ക്ലോറോഫോം ആൻഡ് അസെറ്റോൺ. എക്സാമ്പിൾ നോട്ട് ചെയ്തേക്കണം. ക്ലോറോഫോം ആൻഡ് അസെറ്റോൺ. എങ്ങനെയാണ് ക്ലോറോഫോം എന്ന് പറഞ്ഞാല്? CHCl3 അല്ലേ? Cl ക്ലോറോഫോം. ഇനി അസെറ്റോൺ. അസെറ്റോൺ എങ്ങനെയാണ്? ഓക്കെ, ഇവർ തമ്മിൽ മിക്സ് ചെയ്തു. ഇവരെ ഇത് മിക്സ് ചെയ്തപ്പോഴെന്താ സംഭവിച്ചത്? ഇവർ തമ്മില് ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തു. ഓക്സിജൻ ആണിത്. ഈ ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ എന്തുണ്ടായി? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തു. ഒരു ബോണ്ട് ഉണ്ടാവുമ്പോൾ, പുതിയതായിട്ട് ഉണ്ടാവുമ്പോൾ എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുക അല്ലേ? ബോണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എനർജി ആവശ്യമാണ് ചെയ്യുക. ഒരു ബോണ്ട് പുതിയതായിട്ട് ഉണ്ടാവുമ്പോൾ എനർജി റിലീസ് ചെയ്യാണ്. എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് റിയാക്ഷൻ ആണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് എന്താണ്? നെഗറ്റീവ് ആണ്. അതായത് ഡെൽറ്റ മിക്സ് എച്ച് ലെസ് ദാൻ 0 ആണ്. അതിന്റെ കാരണം മനസ്സിലായില്ലേ? ഡെൽറ്റ മിക്സ് എച്ച് ലെസ് ദാൻ 0 ആവാൻ കാരണം ഇവിടെ ഒരു ന്യൂ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാണ്. എപ്പോഴും ഇവര് സോൾവെന്റും സൊല്യൂട്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ. എക്സാമ്പിൾ പറഞ്ഞത് ക്ലോറോഫോമും അസെറ്റും ആണ് കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു ന്യൂ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാണ്. മനസ്സിലായില്ലേ? അപ്പോ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഡെൽറ്റ മിക്സ് എച്ച് ലെസ് ദാൻ 0 ആയി. ഇനിയോ? ഇനി എന്താണ് നടത്തത്? ഇവിടെ വോളിയം എന്താണ്? കുറയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ വോളിയം കുറയാൻ കാരണം? എന്താ? ഇവർ തമ്മിൽ മിക്സ് ചെയ്തപ്പോൾ ഒരു സ്ട്രോങ് ഫോഴ്സ്, രണ്ടാളും കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായി അല്ലേ? ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായി. അപ്പൊ എന്തെങ്കിലും അട്രാക്ഷൻ വന്നപ്പോൾ അവരുടെ വോളിയം ഒന്ന് കുറഞ്ഞു. അട്രാക്റ്റീവ് ആയപ്പോൾ അവരുടെ വോളിയം ഒന്ന് ഡിക്രീസ് ചെയ്തു. ഡെൽറ്റ മിക്സ് പി ലെസ് ദാൻ 0 എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇവിടെ intermolecular force of attraction between solvent and solute increases due to the formation of hydrogen bond. അതായത് സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ആ ഒരു ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം ഹൈഡ്രജൻ ബോണ്ടാണ്. ക്ലിയർ ആയില്ലേ? ഇതൊരു എക്സാമ്പിള് ക്ലോറോഫോം ആൻഡ് അസെറ്റോൺ. ഇനി നമ്മൾ നേരത്തെ പോസിറ്റീവ് ഡിവിഷന്റെ ഗ്രാഫ് പറഞ്ഞ മാതിരി ഇതിന് നമുക്ക് ഗ്രാഫ് നോക്കണം. പോസിറ്റീവ് ഡിവിഷന്റെ ഗ്രാഫ് എന്തായിരുന്നു? ആ ഡോട്ടഡ് ലൈനൊക്കെ നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് റോസ്ലോന്റെ ഇത് കൊടുത്തു, അതിന്റെ മുകളിൽ ഒരു കർവ് കൊടുത്തു. പോസിറ്റീവ് ആയിട്ട് മുകളിൽ ആക്കിയിട്ട് ഒരു കർവ് കൊടുത്തു, പോസിറ്റീവ് ഡിവിഷൻ. അപ്പൊ നെഗറ്റീവ് ഡിവിഷൻ എങ്ങനെ ആയിരിക്കും നോക്കി? ഈ ഗ്രാഫ് നോക്കിയൊക്കെ എന്താണ്? അതില് താഴോട്ടാണ് ആ കർവ് കൊടുത്തിട്ടുള്ളത്. ആ ഡോട്ടഡ് ലൈൻ എന്താണ്? ഡോട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്? അതിന്റെ നമ്മളെ ആദ്യത്തെ റോസ്ലോന്റെ ഗ്രാഫാണ്. അതിൽ നിന്ന് എന്താണ് ഒരു കർവ് താഴോട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാ ലൈനിനും താഴോട്ട് കർവ് കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാ?
നെഗറ്റീവ് ഡീവിയേഷൻ ആയതുകൊണ്ട്. മനസ്സിലായില്ലേ? എ ബി ഇന്ററാക്ഷൻ സ്ട്രോങ് ആയതുകൊണ്ട് അവിടെ സോൾവെന്റിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിന്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. റോസ്ലോനേക്കാളും താഴെ ആയിരിക്കും അതിന്റെ വേപ്പർ പ്രഷർ, നെഗറ്റീവ് ആയിരിക്കും വേപ്പർ പ്രഷർ. ക്ലിയർ ആയില്ലേ? എക്സാമ്പിൾസ് ഒന്നുകൂടി നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിള് ക്ലോറോഫോം ആൻഡ് അസെറ്റോൺ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വേറെ എക്സാമ്പിൾ ആണ് വാട്ടർ ആൻഡ് നൈട്രിക് ആസിഡ്. വാട്ടറും നൈട്രിക് ആസിഡും. വാട്ടർ നൈട്രിക് ആസിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലാബില് നിങ്ങൾക്ക് നൈട്രിക് ആസിഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറയും. അപ്പൊ വാട്ടറും നൈട്രിക് ആസിഡും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റ് ട്യൂബിന്റെ പുറത്തും തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ അത് ഒരു ചൂട് ഫീൽ ചെയ്യും. കാരണം എന്താണ്? അവിടെ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അതിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടും ഉണ്ടാവും. അതായത് വോളിയം ചെറുതായിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും. അതൊരു നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ എക്സോതെർമിക് ആണ്, എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞു. വോളിയം എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്താ പറയുന്നത്? നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ക്ലോറോഫോം ആൻഡ് അസെറ്റോൺ പറഞ്ഞു. ഇനിയുള്ളത് അനിലിൻ ആൻഡ് ഫീനോള്. അനിലിനും ഫീനോളും. അതേമാതിരി അസെറ്റോൺ ആൻഡ് അനിലിൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നോക്കുക, HCl ആൻഡ് വാട്ടർ. ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടി, അസിയോട്രോപിക് മിക്സ്ചർ കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്താം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അസിയോട്രോപിക് മിക്സ്ചർ. അസിയോട്രോപ്സ് എന്ന് പറയും. ഡെഫിനിഷൻ എങ്ങനെയാണ്? Binary mixture which have same composition in liquid phase and vapor phase and has constant boiling point. എന്താ പറഞ്ഞത്? ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും സെയിം കോമ്പോസിഷൻ ഉള്ള ഒരു ബൈനറി മിക്സ്ചർ ആണ്. മാത്രമല്ല ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, ഇവർക്ക് കോൺസ്റ്റന്റ് ബോയിലിംഗ് പോയിന്റ് ആണ്. എന്ന് പറഞ്ഞാല് ഈ അസിയോട്രോപ്സിന് ബൈനറി മിക്സ്ചർ എന്ന് പറഞ്ഞാൽ 2 കമ്പോണൻസ് ഉള്ളതാണെന്ന് അറിയാമല്ലോ. ഈ അസിയോട്രോപ്സിന് ആ ബൈനറി കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 2 കമ്പോണൻസും ലിക്വിഡ് ഫോമിലാണെങ്കിലും വേപ്പർ ഫോമിലായിട്ട് ഇവരുടെ കോമ്പോസിഷനിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. ഇനി 2 കോമ്പോണൻസും ബോയിൽ ചെയ്യിച്ചാൽ രണ്ടാക്കും ഒരേ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും, കോൺസ്റ്റന്റ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. ഇങ്ങനത്തെ മിക്സ്ചേഴ്സ് ആണ് അസിയോട്രോപിക് മിക്സ്ചർ അല്ലെങ്കിൽ അസിയോട്രോപ്സ് എന്ന് പറയുന്നത്. Binary mixture which have same composition in liquid phase and vapor phase and has constant boiling point. Okay, അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. It is very difficult. It is not possible to എന്തിനു പറ്റൂല എന്ന് to separate the components by fractional distillation. ഫസ്റ്റിൽ പഠിച്ചിട്ട് fractional distillation എന്താണെന്നൊക്കെ. അതുവഴി ഒന്നും ഈ കമ്പോണൻസിന് എന്ത് ചെയ്യാൻ പറ്റൂല? വേർപെടുത്താൻ പറ്റൂല. 2 കമ്പോണൻസ് ആയിട്ട് വേർതിരിക്കാൻ പറ്റൂല. കാരണം ഇവർക്ക് കോൺസ്റ്റന്റ് ബോയിലിംഗ് പോയിന്റ് ആണ്. ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും സെയിം കോമ്പോസിഷൻ ആണ്. ഓക്കെ, ഈ അസിയോട്രോപ്സ് 2 എണ്ണം ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും. ഏതൊക്കെയാണ്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും. ആദ്യം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്താന്ന് പറയാം. റോസ്ലോനേക്കാളും ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുകയാണെങ്കിൽ അവര് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. എന്താണ്? സൊല്യൂഷൻ ഷോയിങ് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോസ്ലോ is called minimum boiling azeotrope. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എത്തനോൾ ആൻഡ് വാട്ടർ ആണ്. എത്തനോളും വാട്ടറും കൂടി മിക്സ് ചെയ്ത സൊല്യൂഷൻ ബൈനറി മിക്സ്ചർ എന്തായിരിക്കും? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്തായിരിക്കും? എ സൊല്യൂഷൻ വിച്ച് ഷോ എന്താണ്? ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോസ്ലോ. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. റോസ്ലോനേക്കാളും ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുകയാണെങ്കിൽ അതെന്താണ്? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. എക്സാമ്പിള് നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ. ഓക്കെ, നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ഇതുകൂടി ഒന്ന് ഓർത്ത് നോക്കുക. അസിയോട്രോപ്പ് എന്താണ്? 2 എണ്ണം ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്?
നമ്മളെ ഐഡിയ സൊല്യൂഷൻ തുടങ്ങി. ഐഡിയ സൊല്യൂഷൻ എന്താന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഗ്രാഫ് പറഞ്ഞു, ദെൻ നോൺ ഐഡിയ സൊല്യൂഷൻ പറഞ്ഞു, എന്താന്ന് പറഞ്ഞു, നോൺ ഐഡിയ സൊല്യൂഷൻ രണ്ടെണ്ണം പറഞ്ഞു, പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ, അതിന്റെ രണ്ടിന്റെയും ഗ്രാഫ് പറഞ്ഞു, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു. ദെൻ ലാസ്റ്റ് അസിയോട്രോപ്പ് കൂടി പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. ബൈ.